PSSP പാലക്കാടിൻ്റെ ജനമനസ്സുകളിൽ സേവനപാതയുടെ പുതുവഴികൾ തെളിച്ച് ഒരു കാതം മുമ്പേ നടന്നു നീങ്ങിയ സാമൂഹിക പ്രസ്ഥാനം. കാലാനുസൃതമായ പദ്ധതികളും ആധുനിക സംവിധാനങ്ങളും ആസൂത്രണവും പ്രയോഗത്തിൽ വരുത്തി ഒരു ദേശത്തിൻ്റെ ജീവിത രീതിയെ തന്നെ സ്വാധീനിക്കുവാൻ കൽപ്പുള്ള സംവിധാനം. നവകേരള നിർമ്മിതിയിൽ പ്രധാന പങ്കാളിത്തമുള്ള ജനകീയാസൂത്രണവും കുടുംബശ്രീ പ്രസ്ഥാനങ്ങളും നടപ്പിലാകുന്നതിനു മുമ്പേ ഇത്തരം ആശയങ്ങൾക്ക് രൂപം നൽകി വിജയപഥത്തിലെത്തിച്ച ജനകീയ പ്രസ്ഥാനമാണ് പാലക്കാട് രൂപതയിലെ പീപ്പിൾസ് സർവീസ് സൊസൈറ്റി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും സ്ത്രീ ശാക്തീകരണവുമാണ് സാമൂഹിക വികസനത്തിൻ്റെ കരുത്തുറ്റ പടികളെന്ന ബോധ്യം PSSPയുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുതൽ തെളിഞ്ഞു കാണാം. അത്തരം പ്രവർത്തനങ്ങളുടെ വിജയത്തുടർച്ചകൾ ഇന്നും പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ അഭിമാനമാണ്. സ്ത്രീ ശാക്തീകരണ മേഖലയിൽ ഉള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പാലക്കാട് ജില്ല പലതരത്തിലും ഒരു പിന്നോക്ക ജില്ല ആയതുകൊണ്ട് തന്നെ ഗ്രാമീണ സ്ത്രീകളെ സംഘടിപ്പിക്കുക, ശാക്തീകരിക്കുക, അവരിലൂടെ കുടുംബത്തെയും സമൂഹത്തെയും വളർച്ചയിലേക്ക് നയിക്കുക എന്നുള്ള ഒരു പ്രവർത്തന ശൈലി PSSPയുടെ തുടക്കം മുതൽ തന്നെ നമ്മൾ ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണിത്. പ്രത്യേകിച്ച് ഇന്ന് കുടുംബശ്രീ പോലുള്ള സംഘടിത ശ്രമങ്ങൾ ഈ മേഖലയിലുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ആവിർഭാവത്തിന് മുൻപേ തന്നെ അതിനെല്ലാം തിരിതെളിച്ച പ്രക്രിയകളിലൂടെ 80കളുടെ തുടക്കത്തിൽ തന്നെ PSSP പാലക്കാട് ജില്ലയിൽ സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലൂടെ ഈ ഗ്രൂപ്പുകളായിട്ട് സ്ത്രീകളെ തിരിച്ച് അവർക്കുള്ള വരുമാനദായക പദ്ധതികളിലൂടെ അവരുടെ വരുമാനം ഉണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടുമെല്ലാം അവരെ ശാക്തീകരിച്ച് അവരെ സ്വയം പര്യാപ്തമാക്കി പോരുന്ന രീതി നടപ്പിലാക്കി വരുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മേഖലയായിട്ട് സ്ത്രീ ശാക്തീകരണ മേഖല പാലക്കാട് ജില്ലയിൽ വളർത്തിയെടുക്കുവാനായിട്ട് PSSPയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രവർത്തന മണ്ഡലത്തെ വിവിധ മേഖലകളായി തിരിച്ച് കോർഡിനേറ്റർമാരുടെയും ആനിമേറ്റർമാരുടെയും നേതൃത്വത്തിൽ അർഹരായവരെ കണ്ടെത്തി വിവിധ പദ്ധതികളുടെ ഭാഗമാക്കുന്നതാണ് PSSPയുടെ രീതി. നൈപുണ്യ പരിശീലനങ്ങൾ, തൊഴിൽ മേഖലകൾ കണ്ടെത്തുന്നതിനുള്ള ഇടപെടൽ, വിഭവ വിതരണത്തിനുള്ള വേദിയൊരുക്കൽ എന്നിങ്ങനെ വിവിധങ്ങളായ മാർഗങ്ങളിലൂടെയാണ് ഗ്രാമങ്ങളിലെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ PSSP വിജയത്തിലെത്തിക്കുന്നത്. എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന കേറ്ററിംഗ്, അതുപോലെ തന്നെ ബാഗ് മേക്കിംഗ് കോഴ്സാണ് നമ്മൾ ഇവിടെ ഈ എളവമ്പാടം സെൻറ് തോമസ് ചർച്ചിൽ വെച്ച് നടത്തിയത്. അതിലൊരു ബെനിഫിഷ്യറി ആയിരുന്നു നമ്മുടെ നഷീറയുടെ വീട്ടിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. വളരെ നല്ല രീതിയിൽ ആ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുകയും ഒത്തിരി കാര്യങ്ങൾ ഒരു കാറ്ററിംഗ് യൂണിറ്റ് ഇപ്പോൾ നടത്തുകയും ചെയ്യുന്നു. പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി ആളുകൾക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഒരു 300ഓളം ആളുകൾക്കുള്ള സദ്യ ഒരുക്കുന്നതിൽ നഷീറ റെഡിയാണ്. അതുപോലെ തന്നെ ഒരു ടീച്ചർ കൂടിയാണ്. നമ്മൾ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് നഷീറയെ വിളിക്കാറുണ്ട്. സേവ് എ ഫാമിലി പ്ലാൻ എന്നുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നുള്ള സഹായം കൂടി ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല വരുമാനവർദ്ധക പരിപാടികൾ ചെയ്യാനായിട്ട് ഇവർക്ക് വളരെ സന്തോഷമുണ്ട്, നല്ല താല്പര്യമുണ്ട്. നേരത്തെ ചെറിയ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുക്കിങ്ങിൻ്റെ പരിപാടി. പക്ഷെ ഞങ്ങളുടെ അടുത്ത് പള്ളിയിലൊരു കാറ്ററിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ പങ്കെടുത്തപ്പോൾ ഞാൻ പഠിച്ചതിന് വെച്ച് കുറച്ചും കൂടെ അറിവ് എനിക്കതിന് കുറച്ചും കൂടി വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാനുള്ള അറിവ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തേന് വെച്ചിട്ടിപ്പോൾ കൂടുതൽ ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി. കൂടുതലും വരുന്നത് അച്ചാറിനുള്ളതാണ്. പിന്നെ ബിരിയാണി, പത്തിരി, നൂലപ്പം അതൊക്കെ വീട്ടിലും പോയി ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് പോകാറുമുണ്ട്. എന്നിരുന്നാലും നേരത്തേന് പോലെയല്ല, കുറച്ചുകൂടെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ക്ലാസ്സിന് പങ്കെടുത്തപ്പോൾ കുറച്ച് അറിവ് കൂടുതൽ കിട്ടി, വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. ഞാനിപ്പോൾ കുറച്ച് കടകളിൽ, ബേക്കറികളിൽ ഒരു 10-25 ബേക്കറികളിൽ നെയ്യപ്പം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒന്നരാടം ദിവസമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു 500-600 നെയ്യപ്പം ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്.
അത് 5 എണ്ണം വെച്ച് പാക്കറ്റിലാക്കിയാണ് കൊടുക്കുന്നത്. നേരത്തെ തന്നെ ഞാൻ പാചകത്തിലൊക്കെ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. പക്ഷെ അത് മറ്റുള്ളവരെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ എനിക്കൊരു ഭയങ്കര ആൾക്കാരത് സ്വീകരിക്കുമോ, അത് എങ്ങനെയാണ് എന്നുള്ള ഒരു മടി കൊണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി. ഞാനത് മടി കൂടാതെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. എല്ലാവരും അത് നല്ല രീതിയിൽ സ്വീകരിച്ചു. ഇപ്പോൾ ഓരോ ദിവസം കൂടുന്തോറും ഓർഡറുകൾ കൂടി വരുന്നുണ്ട്. ആൾക്കാർ വിളിച്ച് അന്വേഷിക്കാറുണ്ട്. എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് പുറത്ത് ഇതേപോലെ PSSPയുടെ പ്രോഗ്രാമുകൾ വഴി ഒരുപാട് എന്താ പറയുക, വെളിയിലേക്ക് ഇറങ്ങി ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെയുള്ള പ്രോഗ്രാം നടത്തുന്നത് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. അവർക്കത് കുടുംബത്തിനൊരു വരുമാന മാർഗമായിട്ട് എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മോൾ ഈ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിരുന്നെങ്കിലും അവൾ പഠിച്ചു കഴിഞ്ഞ ഉടനെ ഇവിടെ ജോലി കിട്ടിയപ്പോൾ ആ ജോലിയിൽ അവൾ സംതൃപ്തി, അല്ലെങ്കിൽ അവൾക്ക് ആ ജോലി പഠിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവൾ ഹാൻഡ് വർക്ക് ചെയ്യുന്നതാണ് അവിടെ താല്പര്യം മുഴുവണ്ടിരുന്നത്. അവൾ അങ്ങനെ കുറച്ച് 2 വർഷം പഠിപ്പിച്ചതിന് ശേഷം അവൾ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ വർക്ക് ചെയ്താണ് എനിക്കിഷ്ടം. ആദ്യമൊരു ബ്യൂട്ടിക്ക് പോകാനുള്ള പ്ലാൻ ഇട്ട് എന്നിൽ പോണില്ല. അപ്പോൾ തന്നെ ഇവിടെ സ്വയം ഒന്ന് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ ഒരു ക്ലാസ് വരുന്നത്. പിന്നെ PSSPയുടെ ഭാഗമായിട്ടുള്ള EDIയുടെ ക്ലാസ് വന്നു. ആ ക്ലാസ്സിലൂടെ നിരന്തരം ഓരോരുത്തരും ക്ലാസ്സുകൾ മാറി 3-4 പേര് ക്ലാസ് ഉണ്ടായിരുന്നു. ഒരു ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അവിടെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും, സ്ത്രീകളുടെ വിജയഗാഥ ഞങ്ങൾക്കൊരു പുസ്തകം തന്നെ അവിടെ നിന്ന് കിട്ടി. ഇതെല്ലാം വായിച്ചപ്പോൾ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ്, ഇത് പറ്റും, ഞങ്ങളെ കൊണ്ട് സാധിക്കും എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ നമ്മളോട് പറഞ്ഞു, മോളെ നമ്മൾ വിജയിക്കും, കാരണം മുന്നോട്ട് ഇറങ്ങുന്നവർക്കൊക്കെ തമ്പുരാൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇത് വിജയിക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ഈ കടയ്ക്ക് വേണ്ടിയിട്ട് തുടക്കം വെച്ചോണ്ടും ഇവരുടെ ജോലി ഞാൻ സ്ഥാപനത്തിൽ തന്നെ റൂം എടുത്തോണ്ടും ഞങ്ങളൊരു തുടങ്ങുകയും ചെയ്തത്. PSP മാത്രമല്ല, അവർ ലോണുകൾ ഇപ്പോൾ ഞങ്ങൾക്കിപ്പം മിഷൻ മേടിക്കുന്ന കുറച്ച് ലോണുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ PSP ഞങ്ങൾക്ക് തന്ന ലോൺ അതൊക്കെ ഞങ്ങൾക്ക് വളരെ വിജയമായിരുന്നു. PSP എന്നൊരു സപ്പോർട്ടിങ് ആയിരുന്നു ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ PSSP ഒരു ക്ലാസ് വെച്ചോണ്ടും ഈ ക്ലാസ്സിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ സാധിക്കും, എങ്ങനെ ഒരു മുന്നോട്ട് ഒരു മാർക്കറ്റിന് വേണ്ടി എങ്ങനെ മാർക്കറ്റ് നമുക്ക് വിജയിക്കാൻ പറ്റും, ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് മുന്നോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രചോദനം തന്ന PSSPയുടെ ആ ക്ലാസ് തന്നെയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഏറ്റവും വലിയ പ്രചോദനം. അതുവഴി മറ്റുള്ളവർക്കും ഇതുപോലെ ഞങ്ങളെപ്പോലെ പഠിച്ച മറ്റുള്ളവർക്കും ഒരു കട ഇടാനും ഒരു നിലനിൽപ്പിനായിട്ടും അവർക്കും പ്രചോദനമായിട്ടുണ്ട് ഈ ക്ലാസ് ഞങ്ങൾക്ക് PSSPയുടെ നേതൃത്വത്തിൽ നൽകിയ ഈ ക്ലാസ്. വിവിധ സാമൂഹിക ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന വനിതകളെ പ്രാദേശികമായി സംഘടിപ്പിക്കുകയും സംഘത്തിനു കീഴിൽ ഏകോപിപ്പിച്ച് വിവിധങ്ങളായ പദ്ധതികളിൽ അവരിലൂടെ നിർവഹിക്കുന്ന രീതിയാണ് PSSP ഗ്രാമങ്ങളിലെ സ്ത്രീ കൂട്ടായ്മകളിൽ നടപ്പാക്കുന്ന രീതി. വ്യത്യസ്ത തൊഴിൽ മേഖലകൾ കണ്ടെത്തി അവ അഭിരുചിക്കനുസരിച്ച് വ്യക്തികളിലേക്കോ ചെറു സംഘങ്ങളിലേക്കോ വിതരണം ചെയ്ത് വരുമാനദായകമാവിധം ക്രമപ്പെടുത്തിയാണ് ഗ്രാമീണ സ്ത്രീ കൂട്ടായ്മകളെയും കുടുംബങ്ങളെയും സ്വന്തം നിലയ്ക്ക് ജീവിക്കുവാൻ PSSP പ്രാപ്തരാക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് സാഹചര്യം ഒരുക്കി അതിൻ്റെ സർവ്വമേഖലകളിലും ഇടപെട്ട് പാലക്കാട് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഓരോ കുടുംബത്തിലും ഒരംഗമായി മാറുന്നു.
ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് ബീറ്റ്സ് ശിങ്കാരിമേളം എന്നാണ്. ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ കരിമ്പ പഞ്ചായത്തിൽ പുതുക്കാട് എന്ന സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളെ PSSBയിൽ നിന്നുള്ള ഒരു PSSB മുഖേന ഒരു സാറിനെ തന്ന്, ഇടുക്കിയിൽ നിന്നൊരു സാറിനെ തന്നാണ് ഞങ്ങളെ ഈ സംരംഭം പഠിക്കാൻ സഹായിച്ചത്. ഇതിൻ്റെ സാധനങ്ങൾ, ചെണ്ട മുതലായ സാധനങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നത് നബാർഡിൻ്റെ ആഭിമുഖ്യത്തിൽ ലോണായിട്ടാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങൾ 4 വർഷത്തോളമായി ശിങ്കാരിമേളത്തിനായി പല സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ട്. ഞങ്ങൾ റേച്ചൂര്, മുംബൈ തുടങ്ങി പല സംസ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തു. 150 പ്രോഗ്രാം വരെ ഞങ്ങൾ ചെയ്തു. ഇത് ഞങ്ങൾക്ക് ഇത്രത്തോളം ഞങ്ങളെ വീടുകളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീകളെ മുന്നോട്ടിറക്കി ശാക്തീകരിച്ച് ഞങ്ങളെ ഇത്രത്തോളം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകിയത് PSSB ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വീട്ടിലെ ഈ വീടുകളിൽ നിന്ന് എല്ലാവരും സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാനും സന്നദ്ധരായത്. ഞങ്ങളെ ഈ സംരംഭത്തിനായി പിന്തുണച്ച എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. PSSBക്കും PSSBയുടെ എല്ലാവിധ ഞങ്ങൾക്ക് ആനിമേറ്ററും കോർഡിനേറ്ററും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇതിന് കൂടുതൽ പിന്തുണ നൽകിയിരുന്നത്. അവരോടെല്ലാം ഉള്ള നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. വിദ്യാഭ്യാസ തൊഴിൽ രംഗത്ത് വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് ധാരാളം തൊഴിൽ പരിശീലനങ്ങളും തൊഴിലിൽ ഊന്നിക്കൊണ്ടുള്ള തൊഴിൽ പരിശീലനത്തിന് ശേഷം അവർക്ക് തൊഴിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു കുടുംബ വരുമാനം അവർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള വരുമാനദായകമായിട്ടുള്ള തൊഴിലിലേക്ക് നയിക്കുന്ന ധാരാളം പദ്ധതികൾ PSSB ആവിർഭവിച്ച് വരുന്നുണ്ട്, നടപ്പിലാക്കി വരുന്നുണ്ട്. ആ രംഗത്തേക്ക് PSSBക്ക് കൂടുതൽ മുന്നേറുവാനായിട്ട് സാധിക്കും. അത് പ്രധാനപ്പെട്ട നമ്മുടെ ഒരു മുന്നോട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രയാണത്തിൽ നമുക്ക് ശക്തി നൽകേണ്ട ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ജൻശിക്ഷൻ സംസ്ഥാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ JSSഉം PSSBയും കൂടി ഒന്നു ചേർന്ന് നടത്തിയ ബേസിക് ക്യാമറ ബോഡി എഞ്ചിനീയറിംഗ് ബേസിക് കോഴ്സ് എന്നിങ്ങനെ പല വിധത്തിലുള്ള കോഴ്സുകൾ PSSBയിൽ വെച്ച് നടത്തുകയുണ്ടായി. ഏകദേശം 2017-18 കാലഘട്ടത്തിൽ അവിടെ വെച്ച് നടത്തിയ ബേസിക് കോഴ്സിലും അതിനുശേഷം നടത്തിയ ഡിപ്ലോമ കോഴ്സിലും ഉന്നത വിജയം കരസ്ഥമാക്കാനും 1ാം റാങ്കോടുകൂടി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും എനിക്ക് സാധിച്ചു. ഏകദേശം 22 വർഷമായി ഞാൻ ഈ സ്റ്റുഡിയോ ഫീൽഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും വിഭിന്നമായിട്ട് കുറേ കൂടി ആധികാരികമായി ഫയൽ മാനേജ്മെൻറ്റ്, മെക്കാനിസം, ക്യാമറ ബോഡി എഞ്ചിനീയറിംഗ് എന്നിങ്ങനെയുള്ള പലവിധ ക്ലാസ്സുകളെക്കുറിച്ചുള്ള നല്ല വിധത്തിലുള്ള അറിവ് പകർന്നു തന്ന ഈ ക്യാമറ ബോഡി എക്സ്പേർട്ട് ആയ മോഹനൻ കിഴക്കമ്പുറം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും വളരെയേറെ നല്ല
ടിപ്സും അതുപോലുള്ള വെഡ്ഡിംഗ് ടിപ്സും ഫോട്ടോഗ്രാഫിയിൽ ചെയ്യേണ്ട ഉന്നതമായ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തു. സേവ ഫാമിലിയുടെ ഹൗസിംഗ് പ്രോഗ്രാം നമ്മൾ 50ഓളം വീടുകൾ പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് വെച്ചു കൊടുക്കുന്നു. ഏറ്റവും പാവപ്പെട്ട ഒരു പ്രദേശത്ത് ചെല്ലുമ്പോൾ ഏറ്റവും പാവപ്പെട്ട ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ഹൗസിങ്ങിന് വീടുകളില്ലാത്ത ആളുകളെ, വിധവകൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഹൗസിംഗ് പ്രോഗ്രാം ചെയ്തത്. വളരെ നല്ല രീതിയിൽ പീപ്പിൾസ് സർവീസ് സൊസൈറ്റി ഈ മേഖലകളിൽ വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാൻസർ ബോധവൽക്കരണ സെമിനാറുകൾ നമ്മൾ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നു. പാലന ഹോസ്പിറ്റലും അതുപോലെ അവൈറ്റീസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ക്യാൻസർ ബോധവൽക്കരണ സെമിനാറും അതുപോലെ മെഡിക്കൽ ക്യാമ്പുകളും ഡിക്റ്റേഷൻ ക്യാമ്പുകളും നടത്തുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഡിക്റ്റേഷൻ ക്യാമ്പുകളിൽ കഴിഞ്ഞ വർഷം 8ഓളം ഡിക്റ്റേഷൻ ക്യാമ്പുകൾ നമ്മൾ നടത്തി. ക്യാൻസറിൻ്റെ ബോധവൽക്കരണ സെമിനാറിനോടനുബന്ധിച്ചുള്ള ഡിക്റ്റേഷൻ ക്യാമ്പുകളിൽ RCC കഞ്ചിക്കോട് നമ്മളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ റോസമ്മ ബേബി. 7 വർഷമായി ഞാൻ പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയിൽ മണ്ണാർക്കാട് ശ്രീകൃഷ്ണപുരം ബ്ലോക്കിൻ്റെ ആനിമേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. PSSPയുടെ കീഴിൽ ഈ ഭാഗങ്ങളിൽ 70ഓളം അയൽക്കൂട്ടങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം നേതൃസ്ഥാനം വഹിക്കാനായിട്ട് നമ്മളെല്ലാ മാസവും എല്ലാ ഗ്രൂപ്പുകളിലും എത്തിച്ചേരുന്നു. ഈ കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 14-15 തീയതികളിലുണ്ടായ പ്രളയത്തോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് വീടുകൾക്ക് സഹായങ്ങൾ, വീട്, ടോയ്ലറ്റ്, ആട്, ജീവനോപാധിയായി അതിജീവൻ പദ്ധതി പ്രകാരം തയ്യൽ മിഷൻ എന്നിവ നമ്മൾ കൊടുക്കുകയുണ്ടായി. 11 പേർക്ക് തയ്യൽ മിഷനും 13 പേർക്ക് ആടും 12 പേർക്ക് ഹൗസ് റിപ്പയറിങ് 12 പേർക്ക് ടോയ്ലറ്റ് റിപ്പയറിങ്ങും നമ്മൾ നൽകുകയുണ്ടായി. പാലക്കയം, കരിമ്പ, പൊന്നങ്കോട് ഭാഗങ്ങളിലാണ് ഇവ നമ്മൾ കൊടുത്തത്. അവരെല്ലാം അതിൻ്റെ പണികളെല്ലാം പൂർത്തിയാക്കി കിട്ടിയ പൈസ അവരതിലേക്ക് വിനിയോഗിച്ചു. എല്ലാം നന്നായി അവർ ചെയ്തു. ഫ്ലഡ് അധിഷ്ഠിതമായി കാരിത്താസ് ഇന്ത്യയുടെ സഹായത്തോടെയാണ് PSSP ഈ സഹായം ചെയ്തത്. പിന്നെ നമ്മൾ അയൽക്കൂട്ടങ്ങൾക്ക് ബാങ്ക് മുഖേന ലോണുകൾ, അവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ലോണുകളൊക്കെ എടുക്കുന്നതിന് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി റെക്കമെൻഡോട് കൂടിയിട്ട് മണ്ണാർക്കാട് കനറ ബാങ്ക്, ശ്രീകൃഷ്ണപുരം കനറ ബാങ്ക്, പൊറ്റശ്ശേരി യൂണിയൻ ബാങ്ക് എന്നിവയിൽ നിന്നും അവർക്ക് ലോണുകൾ നമ്മൾ എടുത്തു കൊടുക്കുന്നു. അവരെല്ലാവരും കൃത്യമായിട്ട് ലോണുകളെല്ലാം എല്ലാ മാസവും കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ട്. 100% റീപേയ്മെൻറ്റാണ്. സ്ത്രീകളെല്ലാവരും ഒരു ഉന്നമനത്തിലേക്ക്, പുരോഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ലോണുകളൊക്കെ എടുത്തെങ്കിലും എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം ഉണ്ടാക്കുന്നതിനായിട്ട് അവരെല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ അവർ ലോണുകളൊക്കെ എടുത്തിട്ട് അവർക്കൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. പിന്നെ പശുക്കൾക്ക് ലോണ് നമ്മൾ ഒരാൾക്ക് 80,000 രൂപ വെച്ചിട്ട് 2 പശുവിനെ വാങ്ങുന്നതിന് LEDP പദ്ധതി പ്രകാരം 27 പേർക്ക് മണ്ണാർക്കാട് ബ്ലോക്കിൽ നിന്ന് ലോണ് കൊടുത്തിരുന്നു. അവരെല്ലാവരും കൃത്യമായിട്ട് അത് അടച്ച് ഈ മാസം കൊണ്ട് ലോണുകളെല്ലാം തവണകളായിട്ട് അടച്ച് കൃത്യമായിട്ട് ക്ലോസ് ചെയ്തു. അതിൽ അവർക്ക് 5,000 രൂപ സർക്കാർ അവർക്ക് പലിശ ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും അവർ സ്ത്രീകൾ എല്ലാം കൃത്യമായിട്ട് നമ്മൾ എന്ത് ലോണുകൾ എടുത്താലും അവരെല്ലാം കൃത്യമായിട്ട് അടച്ചു വരുന്നുണ്ട്. അതിൽ എനിക്കും അഭിമാനമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഏരിയയിൽ അവരെല്ലാവരും കൃത്യമായിട്ട് ലോണുകൾ എടുത്ത് അത് വിനിയോഗിക്കുന്നു, അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നു. അതിൽ ഞാനും അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങളുടെ ജെൻഡറിൻ്റെ കോർഡിനേറ്ററായിട്ട് ലാൽപ്പൻ സാറാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ലാൽപ്പൻ സാറിൻ്റെ കീഴിൽ ആനിമേറ്ററായിട്ട് ഞാനും വർക്ക് ചെയ്യുന്നു. പീപ്പിൾസ് സർവീസ് സൊസൈറ്റിയുടെ ഒരു ഭാഗമായതിൽ ഞാനും അഭിമാനിക്കുന്നു. പാലക്കാട് ജില്ലയുടെ തനത് തൊഴിൽ സംസ്കാരത്തിന് അനുയോജ്യമായ പദ്ധതികളുടെ വിഭാവനത്തോടൊപ്പം തന്നെ ജില്ലയിലെ ഉൾഗ്രാമങ്ങൾ നേരിട്ട അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും PSSP മുന്നിട്ടിറങ്ങി. മേഖലകൾ തിരിച്ച് ജലസംരക്ഷണത്തിനും വിതരണത്തിനും കൃത്യമായ ആസൂത്രണത്തോടെ ആശയങ്ങൾ രൂപപ്പെടുത്തുകയും അവ പ്രാവർത്തികമാക്കാനുതകുന്ന പഠനങ്ങൾ നടത്തുകയും പദ്ധതികൾ താമസം വിന കാര്യക്ഷമമാക്കിയും ഏറ്റെടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങൾ നേരിട്ട പ്രയാസങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാകുവാൻ PSSPക്ക് നാളിതുവരെ കഴിയുന്നുണ്ട്.
ദീർഘമായ പ്രൊജക്റ്റുകൾ, വിജയകരമായ നിർവഹണം, കൃത്യമായ ഇടപെടലുകൾ എന്നിങ്ങനെ പാലക്കാടിൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സഹായഹസ്തത്തിൻ്റെ ക്രൈസ്തവ മാതൃകയാണ് പീപ്പിൾസ് സർവീസ് സൊസൈറ്റി പാലക്കാട്.